ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇത്രയും സമയം ഏഷ്യാനെറ്റ് വളരെ സെലക്റ്റീവായി അവരുടെ ആർക്കൈവ്സ് നിന്ന് ശേഖരിച്ചത് ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഉൾപ്പെടെ എല്ലാം വെച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ തകർക്കണം. അങ്ങനത്തെ ഒരു വർത്താനം. ഈ CPIM എന്ന് കേരളത്തിൽ പറയുന്നത് ഒരു ഗുണ്ടാ സംഘമാണ്, അതൊരു തെമ്മാടി പടയാണ്, അതൊരു കൊലയാളി സംഘമാണ്, അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കണം. മനസ്സിലാക്കി കളഞ്ഞല്ല. അതിനുവേണ്ടി കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും വളരെ സെലക്റ്റീവായി ശേഖരിച്ച് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനൊന്നും ഇല്ലേ? തീർച്ചയായിട്ടും അത് നല്ലത്. കാരണം നിങ്ങളുടെ അജണ്ട ഏതാണല്ലോ CPIM-നെ തകർക്കുക എന്നുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സെലക്റ്റീവ് സാധനങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാണിച്ചതിലൊന്നും വലിയ വേവലാതിയില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കേരളത്തിലെ CPIM എന്ന് പറയുന്നത് കേവലം ഒരു ഗുണ്ടാ സംഘം മാത്രമാണ് എന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അണിനിരന്ന ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ ഒരു സങ്കുചിതമായ നിലയിലേക്ക് ചുരുക്കി കെട്ടുന്നതിന് വേണ്ടി വളരെ സെലക്റ്റീവായിട്ട് അവതരിപ്പിച്ചതാണ്. ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തിരുവമ്പാടിയിൽ KSCB ഓഫീസിൽ കയറി അവിടുത്തെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു, വലിയ നിലയിലുള്ള ആക്രോശം കാണിച്ചു. നിങ്ങളുടെ ചാനലിൽ ഈ ഒരു പകൽ നേരം മുഴുവനായിട്ടും ഈ രാത്രിയായിട്ടും ആ ദൃശ്യങ്ങൾ വരുന്നില്ല. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. ഇന്ന് പകൽ നേരം മുഴുവനായിട്ടും വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ചാനലിൽ പോയ റിപ്പോർട്ട് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. വേണോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. ആ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSF-ന്റെ ഒരു വനിതാ പ്രവർത്തക ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാൻ വന്നു. എന്നിട്ട് അവിടെ SFI ജയിച്ചു മുഴുവൻ സീറ്റുകളിലും 25ാമത്തെ വർഷവും. അത് വാർത്തയല്ല, പക്ഷെ അവിടെ ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. മുസ്തഫ ഇങ്ങനെ പറയുന്നുണ്ട്, അതും വാർത്തയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 5 മണി ബുള്ളറ്റിനിലെ ഒന്നാമത്തെ തലക്കെട്ടായിരുന്നു കണ്ണൂർ സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും SFI വിജയിച്ചു എന്നുള്ളത്. അല്ല, അവിടെ ഈ ആൾമാറാട്ടം വോട്ട് സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് വന്നോ? അത് വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാൻ എത്തിയ ആളെ പിടികൂടി എന്നാണ് പറഞ്ഞത്. അതെ, യാതൊരു സംശയവും വേണ്ട. ഫാത്തിമ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്. അവരെ വോട്ട് ചെയ്യാൻ ഒടുവിൽ അനുവദിച്ചു. അവർക്ക് തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരെ വീഡിയോ കോൾ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചതെന്ന് ഞങ്ങളുടെ കണ്ണൂർ ലേഖകൻ ചർച്ചയിൽ ഇത് ഉയർന്നു വന്നതുകൊണ്ടാണ് അറിയിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. മുസ്തഫയ്ക്ക് തുടരാം. ആയിക്കോട്ടെ, കാരണം അതുവരെ ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നത് വരെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് EMS തന്നെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അത് തെറ്റാണെന്ന് മനസ്സിലായാൽ അത് തിരുത്താൻ തയ്യാറാവണം, തിരിച്ചറിയാൻ സമ്മതിക്കാൻ തയ്യാറാവണം. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതിന്റെ ഉദാഹരണമല്ല ഇന്നലെ എടപ്പാളിൽ കണ്ടത്. ഇന്നലെ പത്തനംതിട്ടയിൽ കാപ്പ കേസിലെ ഒരു പ്രതിയെ ആശുപത്രിയിൽ കയറി സ്ത്രീയെ ആക്രമിച്ചതിന്റെ കേസ് ഇപ്പോഴും നടക്കുന്ന കേസിലെ ഒരു പ്രതിയെ പാർട്ടിയിലേക്ക് ആഘോഷമായി പരവതാനി വിരിച്ച് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് സ്വീകരിച്ചിരുന്നു. നിങ്ങൾ ഈ പറയുന്ന തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയാണെങ്കിൽ ആളുകൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഉണ്ടാവില്ലല്ലോ. ഉത്തരം പറ. ഇപ്പോ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ വേർഷനാണ്. നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വാർത്തയുടെ സത്യസന്ധമായ മുഴുവൻ കാര്യങ്ങളുമല്ല. ആ വാർത്തയെ സംബന്ധിച്ച് CPIM-നെതിരായിട്ട് എങ്ങനെ അത് കൊണ്ടുവരാം, അതിനുള്ള നിങ്ങളുടെ വേർഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്, നിങ്ങളുടെ ചാനലിൽ അതിപ്പോ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതാണ് ആ സംഭവങ്ങളെ സംബന്ധിച്ച സത്യസന്ധമായ അവതരണം എന്ന ഒരു തെറ്റിദ്ധാരണയും പ്രേക്ഷകർക്കുണ്ടാകില്ല. ശരൺ ചന്ദ്രൻ ഇഡലി എന്ന അവിടെ ആളുകൾ വിളിക്കുന്ന ഈ ശരൺ ചന്ദ്രൻ CPM-ൽ ചേർന്നിട്ടില്ലേ? ശരൺ ചന്ദ്രനെ CPM ജില്ലാ സെക്രട്ടറി ഉദയഭാനുവും മന്ത്രി വീണ ജോർജും ചേർന്ന് സ്വീകരിച്ചിട്ടില്ലേ? അവിടെ അവർ ഇരുവരും പരസ്പരം അഭിനന്ദിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഇതൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് കൃത്രിമമായി സൃഷ്ടിച്ച് പറയുന്നതാണോ? അത് പിന്നെ കാപ്പ കേസിലെ പ്രതി ആയിരുന്നില്ലേ? 12 കേസുകൾ അദ്ദേഹത്തിനെതിരെ ഇല്ലേ? ആശുപത്രിയിലുള്ള സ്ത്രീയെ കയറി ആക്രമിച്ചിട്ടില്ലേ? ഇതെല്ലാം ഞങ്ങൾ കൃത്രിമമായി പറഞ്ഞതാണോ? ഇന്ന് ഈ കേസുകളുടെ ലിസ്റ്റ് തന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ്. ഒരു പൊതുപ്രവർത്തനത്തിലും ഇതേവരെ ഏർപ്പെടാതെ, ഒരു തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഇതേവരെ ഇടപെടാതെ വെറും ഗുണ്ടാ പ്രവർത്തനവുമായി നടന്നിട്ടുള്ള ഒരു ശരത് ചന്ദ്രൻ CPIM-ൽ ചേർന്നിട്ടില്ല. രാമദാസ മോനെ, നീ പറഞ്ഞത്
നീ എത്ര പുളി വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. 60 പേരാണ് CPIM-ൽ ചേർന്നിട്ടുള്ളത്. ഒരാളെ മാത്രമായിട്ട് കേരളത്തിന്റെ മന്ത്രിയോ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയോ പോയി മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. കൂട്ടത്തിൽ ആളുകളുണ്ട്. ആരുടെ കയ്യിലാണ് ചെങ്കൊടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി നൽകുന്നതെന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പാർട്ടിക്കൊപ്പം നടക്കാൻ തീരുമാനിച്ച 60 പേരിൽ ആരുടെ കയ്യിലാണ് ആവേശത്തോടെ ചെങ്കൊടി പിടിച്ചു കൊടുത്തതിന് ശേഷം ഈ മുദ്രാവാക്യം വിളി തീരുന്നതുവരെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉദയഭാനു കൊടുത്തിരിക്കുന്നതെന്ന് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് എന്തായാലും പറയില്ല എന്ന് തോന്നുന്നു. CPM-ന്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്ന്, പത്തനംതിട്ടയിലെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. ഒരു ഗുണ്ടയെ അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളെ ഞങ്ങൾ ഒപ്പം കൂട്ടിയിട്ടില്ല എന്ന് മുസ്തഫ പറഞ്ഞു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്, മുതലാളി മറന്നുപോയതാ. ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറഞ്ഞത് ഒരു രാഷ്ട്രീയമായ കേസുകളാണ് അയാൾക്കെതിരെ ഉള്ളത്, രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ അത് സ്വാഭാവികമാണ് എന്നാണ്. പ്രധാനപ്പെട്ട കേസുകൾ 10 എണ്ണമാണുള്ളത്. അതിൽ 2 എണ്ണമാണ് രാഷ്ട്രീയ നിറമുള്ള കേസുകളും ബാക്കിയുള്ളത് 4 എണ്ണം വധശ്രമ കേസാണ്. കാപ്പ ചുമത്തിയ ശേഷവും വധശ്രമ കേസിൽ ഉൾപ്പെട്ടു. ഇതെല്ലാം വ്യക്തിപരമായ അടിപിടി തർക്ക കേസുകളാണ്. എണീറ്റ് വരണ്ടേയിരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കയറി സ്ത്രീയെ ആക്രമിച്ച കേസ്, ഇതും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തായാലും ആശുപത്രിയിൽ കയറി ആരും സ്ത്രീയെ ആക്രമിക്കില്ലല്ലോ. മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് അടിച്ചു തകർത്ത കേസ്, തിയേറ്ററിൽ വെച്ചുണ്ടായ അടിപിടി, തട്ടുകടയിൽ വെച്ചുണ്ടായ അടിപിടി. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഈ ആളെയാണ് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ രേഖകളുണ്ട്. അരിവാൾ ചുറ്റികയുള്ള കൊടി നൽകി മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വിളിച്ച് ഇന്ന് പാർട്ടിക്കൊപ്പം നടക്കാനായി സ്വീകരിച്ചത് എപ്പോഴാ? തിരുത്താൻ തീരുമാനിച്ചതിന് ശേഷം. അബ്ജോദെ, ഈ സമയമായിട്ടും അവര് ഏത് രാഷ്ട്രീയം വിട്ടിട്ടാണ് ഈ 60 പേർ ഏത് രാഷ്ട്രീയം വിട്ടിട്ടാണ് CPIM-ന്റെ ഭാഗമായി വന്നതെന്നും അവരെ ഇങ്ങനെ സ്വീകരിച്ചത് എന്നും പറയാൻ താങ്കൾ തയ്യാറാകുന്നില്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഞാൻ പറഞ്ഞു, മുസ്തഫ കേട്ടില്ല. ആമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു BJPക്കും RSSനും ഒപ്പം ആയിരുന്ന ആളാണെന്ന് ആമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. മുസ്തഫ ശ്രദ്ധിക്കാതിരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള വേർഷനിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അവർ പല നിലയിൽ ഇവരെ ഈ ചെറുപ്പക്കാരുടെ ശേഷിയെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് പകരം രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്തി അതിന്റെ ഭാഗമായി കേസുകളിൽ പെട്ടു, ജയിലിലടക്കേണ്ടി വന്നു. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഇപ്പോ ആ ചെറുപ്പക്കാരും അവരുടെ കുടുംബങ്ങളും തിരിച്ചറിയുന്നു, ഈ RSSനോടൊപ്പം പോയാൽ ഞങ്ങളുടെ ജീവിതം തന്നെ മുടിഞ്ഞു പോകും, ജീവിതം തന്നെ വല്ലാത്ത നിലയിലാകും. അതുകൊണ്ട് ഒരു നേരിന്റെ വഴി തെരഞ്ഞെടുക്കണം. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അങ്ങനെ തിരുത്തലിന്റെ ഭാഗമായാണ് ഇത്രയേറെ കേസുകളിൽ പ്രതിയായിരുന്ന കാപ്പയടക്കം ചുമത്തപ്പെട്ട് ജയിലിലായിരുന്ന ആൾ ഇപ്പോൾ CPM-നൊപ്പം ചേർന്ന് നടക്കുന്നത് എന്നാണ് VP മുസ്തഫയും വീണ ജോർജും ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ഉദയഭാനുവും പറഞ്ഞത്. നിർത്തി അവമാനിക്കുവാണെന്ന്. നിങ്ങൾ സെലക്റ്റീവ് ആവുകയും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലേക്ക് എന്ത് കാര്യങ്ങളും വിളിച്ചു പറയാം എന്നുള്ള നിലയിലേക്കും പോകുന്നത് ശരിയല്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇടതുപക്ഷം എത്രമാത്രം ശരിയാണ് എന്ന് ആളുകൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വിമർശനങ്ങളെ നല്ലതുപോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ നോക്കി, ഇവിടെ TP ചന്ദ്രശേഖരന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുകയാണ്, വിമർശിക്കുന്നവരെ എല്ലാം കൊന്നു തള്ളുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുള്ള CPM-ന് ഒരു ബന്ധവുമില്ല എന്ന് അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഈ TP വധമെടുത്ത് എപ്പോഴും ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ, അതാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് യോജിക്കാതെ വരുന്നത് അവിടെയാണ്. നിങ്ങൾ നടത്തുന്നത് CPIM-നെ തകർക്കാൻ വേണ്ടിയിട്ട് CPM എന്തോ ഒരു ജനവിരുദ്ധ പ്രസ്ഥാനമാണ്, അതൊരു ഗുണ്ടാപ്പടയാണ്, അത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ തിരസ്കരിച്ച പ്രസ്ഥാനമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു സംഘർഷവും ഉണ്ടാകരുത്, ആരും കൊലപ്പെടരുത്. ഇത് ഞങ്ങൾ ഇവിടെ ചാനൽ ഫ്ലോറിൽ പറയുന്നതല്ല. തൃശ്ശൂരിലെ CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുയോഗത്തിലെ കോടിയേരിയുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് വേണ്ട, നാളെയോ മറ്റന്നാളോ നിങ്ങൾ CPIM-നെ നേരെ നടത്താൻ. കോടിയേരിയുടെ തൃശൂർ പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലും വേണ്ടി വന്നാൽ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ പ്രസംഗം മറക്കരുത്. TP വധത്തിൽ ഒരു പങ്കുമില്ലെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞാൽ കേരളത്തിന്റെ മനസാക്ഷിക്ക്
വിശ്വാസം വരില്ല. കാരണം ആ കേസ് നടത്തിയത്, പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തിയത് മുതൽ ഇപ്പോഴും പ്രതികളുടെ കുടുംബാംഗങ്ങൾക്ക്, പാർട്ടി തന്നെ സമ്മതിച്ചു, കുടുംബാംഗങ്ങൾക്ക് അവർക്ക് എല്ലാ മാസവും പെൻഷൻ പോലെ പണം കൊടുക്കുന്നത് പാർട്ടിയാണ്. എന്താ ഉറക്കം വരുന്നു. ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്തനെ സ്വന്തമായി കൊണ്ടു നടന്നത് പാർട്ടിക്കാരാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഇതിലെ പ്രതികളിൽ ഒരാളുടെ വിവാഹ ചടങ്ങിൽ അടക്കം പോയത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട CPM നേതാക്കളുമാണ്. അതുകൊണ്ട് TP വധത്തിൽ പങ്കില്ല എന്ന് VP മുസ്തഫയ്ക്ക് പറയാം. പക്ഷേ സാധാരണക്കാരൻ അത് വിശ്വസിക്കണമെന്ന് വാശി പിടിക്കരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.